എൻ്റെ ശരിക്കുള്ള ഔട്ട്ഡോറും എൻ്റെ ക്യാമറയുടെ മുമ്പിൽ ആദ്യം വരുന്ന വ്യക്തി, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ കൊണ്ടുപോകുന്ന ക്രൂവിൻ്റെ സിനിമ ഡയറി ക്യാമറയിൽ ആദ്യം എനിക്ക് മുമ്പിൽ വന്നിരുന്ന വ്യക്തി മമ്മൂക്കയാണ്. സിംഗിൾ ക്യാമറ ആയിട്ട് പോയ അദ്ദേഹം ഇൻ്റർവ്യൂ അന്നും തരില്ല, ഇന്നും തരില്ല. ബട്ട് ഒരു വിഷു ആശംസ ഞാൻ ചെന്ന് ചോദിക്കും. ലൊക്കേഷൻ എവിടെയെന്ന്? വരിക്കാശ്ശേരി മന. അനിൽ സി വി ആണ്. ഈ അനിൽ സി വി അടങ്ങുന്ന സംഘത്തിനെ ഏഷ്യാനെറ്റിലെ കൊച്ചി ടീം അസൈൻ ചെയ്തു. നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഒരു ട്രെയിൻ കയറി കൊച്ചി കോൺവെന്റ് റോഡിലുള്ള ഏഷ്യാനെറ്റിന്റെ പഴയ ഓഫീസിലെത്തുകയും അവിടെ നിന്നും അനിൽ സി വി അടങ്ങുന്ന നമ്മുടെ ട്രാവലറിൽ വെള്ള ടെമ്പോ ട്രാവലറിൽ ആ ഒരു സംഘത്തിലെ നയിച്ചുകൊണ്ട് നിങ്ങൾ നേരെ വരിക്കാശ്ശേരി, നമ്മുടെ ഈ തൃശ്ശൂർ വഴി ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനയിലേക്ക് പോകും. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ദേവാസുരം തൊട്ട് നമ്മൾ മുറുക്കി തുപ്പിയ ആ പൂമുഖത്ത് നിന്ന് വീണ്ടും പഴയതുപോലെ ആകാശവാണി കയറി അന്തം വിട്ട് നിൽക്കും. മമ്മൂക്കയുടെ വിഷു ആശംസ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നു. ഏഷ്യാനെറ്റ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ, വലിയ ബ്രാൻഡിന്റെ ഒരാളായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു സ്വീകരണം ഉണ്ടായിരിക്കും. എന്നാലും സ്വതസിദ്ധമായ നമ്മൾ കേട്ടുപരിചയിച്ചിട്ടുള്ള മമ്മൂക്കയുടെ ആ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിന് മുമ്പ് ഒറ്റമിട്ട് വലത് കാല് വെച്ച് കയറാൻ വേണ്ടി അനിൽ സി വി പറഞ്ഞു. വരിക്കാശ്ശേരി മനയിൽ വലത് കാല് വെച്ച് കയറി. അത് കാല് മോശമായില്ല, അദ്ദേഹത്തിന്റെ ഉപദേശം മോശമല്ല. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം വരിക്കാശ്ശേരി മനയുടെ പൂമുഖത്തിരുന്ന് എടുത്ത ഫോട്ടോസ് കാണുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അമരോളെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ചെന്ന് പരിചയപ്പെട്ടോ? എനിക്ക് പരിചയപ്പെടാൻ പ്രത്യേകിച്ച് എന്ത് പറയും, ഏഷ്യാനെറ്റ് സിനിമ അറിയുന്നില്ല. അവിടെ അശ്വമേധം പ്രദീപിന്റെ ബന്ധം എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം പ്രദീപുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. പ്രദീപ് വന്ന് കൈരളിയിൽ അശ്വമേധത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയം. അപ്പോൾ അത് രണ്ടാമത് പറയാം, ഏഷ്യാനെറ്റ് ആദ്യം പറയാം. അത് കഴിഞ്ഞ് സാർ നമസ്കാരം, ഏഷ്യാനെറ്റ് സിനിമ അറിയുന്ന അമരോള സതീഷാണ്. മധു ഇല്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതാണ് ആത്മബന്ധം. മധുവേട്ടൻ അമൃതയിലേക്ക് പോയി എന്ന സംഭാഷണം തുടങ്ങിയിട്ട് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ഗുമ്മ കിട്ടണമല്ലോ, എന്നെ കണ്ടാ വലിയ സാർ ഞാൻ അശ്വമേധം പ്രദീപിന്റെ സുഹൃത്താണ്. എന്റെ വിനയം കാരണം പറഞ്ഞില്ല, അവനെ തോപ്പിച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ല. നോട്ട് ദ പോയിന്റ് മിസ്റ്റർ ജി എസ് പ്രദീപ്. ഞാൻ മമ്മൂക്കയുടെ മുമ്പിൽ അവസരം കിട്ടിയിട്ട് പോലും അവനെ പ്രസംഗ മത്സരത്തെ തോപ്പിച്ചാണെങ്കിൽ ഉറപ്പായിട്ട് മമ്മൂക്ക ആണോ എന്ന്. സാർ എനിക്കൊരു ആശംസ വേണം. എന്താശംസ? പോയില്ലേ, കൺട്രോൾ പോയില്ലേ. മമ്മൂക്ക ചോദിക്കണേ, വടക്കം ബിരുദത്തിലെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, ഡയലോഗുകളൊക്കെ പറഞ്ഞു. സാർ വിഷു ആശംസ എൻ്റെ ആദ്യത്തെ വർക്കാണ്, ഇപ്പോൾ സാറിൻ്റെ ആശംസ എടുത്ത് തുടങ്ങാം. വളരെ നിഷ്കളങ്കനായ നാട്ടിൻ പുറത്തുകാരനാണെന്നും അദ്ദേഹത്തിന് തോന്നിയിരിക്കും. മമ്മൂക്കയ്ക്കും ക്യാമറ കൊണ്ടുവരും ചെന്ന് ചോദിച്ച നിമിഷം അവർ വരുന്നു, ക്യാമറ വയ്ക്കുന്നു, വരിക്കാശ്ശേരി മനയുടെ ഫ്രെയിം വെച്ചിട്ട് എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും എൻ്റെ വിഷു ആശംസകൾ 2 തവണ പറയുന്നു. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ഷോട്ട്. അല്ല, അത് എന്തായാലും തീർച്ചയായും വളരെ വലിയ അനുഭവമായിരിക്കും. കാരണം നമ്മൾ ആദ്യം ചെല്ലുന്ന സ്ഥലത്ത് തന്നെ മലയാളം എപ്പോഴും നമിച്ചു നിൽക്കുന്ന മഹാനടൻ നമ്മുടെ മുന്നിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പറയുന്നു. അതൊക്കെ വലിയ വലിയ അനുഭവമായിരിക്കും. അദ്ദേഹം ഇന്നിപ്പം ദൈവത്തിന്റെ തിരക്കഥ പോലെ ഞാൻ താമസിക്കുന്ന കൊച്ചിയിലെ ജൂനിയർ ജനത റോഡിന്റെ തൊട്ടപ്പുറത്ത് അമ്പേലിപ്പാടം ക്രോസ് റോഡിന്റെ 6ാം തലയിലാണ് താമസം. നമ്മൾ അയൽക്കാരും കൂടെയാണ്. പിഷാരടി പറഞ്ഞു തന്നോ, ഇതറിഞ്ഞ മമ്മൂക്ക സ്ഥലം മാറി പോകും.